സൽമാൻ ഒരു കോട്ടഗിരിയാണ്. യു ഗൈസ് മാർക്ക് മൈ വേർഡ്, മലയാള സിനിമയിലേക്കുള്ള ഒരു പുതിയ എൻട്രി ആയിരിക്കും. ആ പോളണ്ടിന്റെ ഡീല് സൈൻ ചെയ്ത് കഴിഞ്ഞ് നടന്നു വരുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അതിൽ കണ്ടത്? ആസിഫ് അലി നമ്മുടെ നാട്ടുകാരൻ സൽമാനെ കുറിച്ച് പറഞ്ഞതാ. അഭിനയത്തിൻ്റെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ തമാശക്ക് പോലും സ്റ്റേജിൽ കയറാത്ത സൽമാൻ കൊട്ടക്കൽ ഇന്ത്യന്നൂർ സ്വദേശിയാണ്. ഇപ്പോൾ ദാ ഒരൊറ്റ മൂവി കൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. നമ്മുടെ പോളണ്ട് മൂസഹാജി 150ഓളം രാജ്യങ്ങളിൽ തൻ്റെ ബിസിനസ് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. പെർഫ്യൂം ബിസിനസ്സാട്ടോ. പോളണ്ട് മൂസാജിയുടെ ജീവചരിത്രം കാണിക്കുന്ന ഒരു ഫിലിമിലാണ് നമ്മുടെ സൽമാൻ അഭിനയിച്ചിട്ടുള്ളത്. മൂസഹാജിയുടെ റോളാണ് സൽമാൻ ഉണ്ടായിരുന്നത്. മികവുറ്റ അഭിനയമായിരുന്നു. ഇതിൻ്റെ ഒരു ലോഞ്ചിങ്, ഈ സിനിമയുടെ ഒരു ലോഞ്ചിങ്, കുഞ്ഞോൻ എന്ന സിനിമയുടെ ലോഞ്ചിങ് മൂസഹാജിയുടെ നാട്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ പ്രോഗ്രാമിലെ ഒരു ഗസ്റ്റായിരുന്നു ആസിഫ് അലി. ആസിഫ് അലിയും തന്നെ ഈ സിനിമ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടായി. ഇനി മലയാള സിനിമയ്ക്ക് ഒരു ഭാവി വാഗ്ദാനമാണ് സൽമാൻ എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. ഗൾഫിൽ വെച്ച് ഇതേ സിനിമയുടെ ലോഞ്ചിങ്ങിൽ മമ്മൂക്കയും കാണുകയുണ്ടായി. മമ്മൂക്കയും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സലാമേ, ഇതാണ് നമ്മുടെ നായകൻ സൽമാൻ. കൺഗ്രാജുലേഷൻസ്, സന്തോഷം. നമ്മുടെ നാട്ടിൽ നിന്നും ആസിഫ് അലി പറഞ്ഞ ആ ആളെ ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറെ അഭിമാനം, സന്തോഷം. എല്ലാവർക്കും ഹായ്, സുഖമല്ല എല്ലാവർക്കും? ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ, മെമ്പർ, ഈ വാർഡിൻ്റെ കൗൺസിലർ അതൊക്കെ സന്തോഷം, സുഹൃത്തുക്കളൊക്കെയാണ്. ഒരു നിലക്കും അഭിനയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇല്ല. സത്യമാണോ? സത്യമാണ് അല്ലേ? സന്തോഷം. അതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗതി പോളണ്ട് മൂസാജിയുടെ ആ ടീനേജ് ആൾ അഭിനയിച്ചത്. അപ്പോൾ അത് അഭിനയിച്ചപ്പോൾ അത് അഭിനയം ശരിക്ക് ജീവിക്കായിരുന്നു. അങ്ങനെ കറക്റ്റാണ്, ജീവിക്കായിരുന്നു. കാരണം കഷ്ടപ്പാട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് നോട്ട് ഈസി. കഷ്ടപ്പാട് കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല. അത് അത്രയധികം മൂപ്പരുടെ ആ ചെറുപ്പകാലം ശരിക്കും കാണിച്ചു. സൽമാന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അത് അഭിനയത്തിന് എന്താ ഒന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ പോലെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാൻ ദുബായിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. പല മേഖലയിലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും ബാങ്കിൻ്റെ കളക്ഷൻ ഏജൻറ്റ്, അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അതേപോലെ ഷോപ്പിൽ നിന്നിട്ടുണ്ട്. അതേപോലെ ഒരു പാർട്ണർഷിപ്പിൽ ഷോപ്പ് തുടങ്ങി. അതിൽ കുഴപ്പമില്ലാതെ പോയി, ഉഷാറായിരുന്നു. പിന്നെ സാഹചര്യങ്ങളെ കൊണ്ട് ഇങ്ങനെയാണ് മാറിപ്പോയി. ഓക്കെ. പിന്നെ അവിടെ ചെന്നിട്ടും ഇതിൻ്റെ സ്റ്റാർട്ടപ്പിൽ എനിക്കും ഇതുപോലുള്ള പണികൾ തന്നെ ആയിരുന്നു അല്ലേ? പിന്നെ ബോസിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ പ്രൊമോഷൻ തന്ന് ഒരു നല്ലൊരു പൊസിഷനിൽ എത്തി. ഇപ്പം നല്ല പൊസിഷൻ. അപ്പോൾ ഇനി പ്രേക്ഷകർക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് സൽമാൻ ഈ പോളണ്ട് മൂസാജിയുടെ ഈ ഒരു കുഞ്ഞോൻ എന്ന സിനിമയിലേക്ക് എത്തിയത് എന്നുള്ളൊരു സംശയം എൻ്റെ പ്രേക്ഷകർക്കുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ എത്തി? ഞാനീ പറഞ്ഞ പോലെ ശരിക്കും ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യണം അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. ഞാൻ ദുബായിലെ അൽകുസ്ത്രിയിൽ ബിക്കി ബോ സ്റ്റുഡിയോ പറഞ്ഞ ആഡ് പരിപാടികൾ, ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലാണ്. അവിടെ ഞങ്ങളെ ക്ലൈൻ്റാണ് ചെയ്യുന്ന ജീവൻ ജോസ് ആയ ഞങ്ങളെ ഡയറക്ടർ, ഈ സിനിമയുടെ. അതെ, ഹാഷ് ജവാദ്, അവരൊക്കെ ഞങ്ങളെ കൂടെ ഉള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ. ഞങ്ങളൊക്കെ 2-2.5 കൊല്ലത്തിൻ്റെ ഒരു പരിചയമുണ്ട് എനിക്ക് അവരുടെ അടുത്ത്. കാരണം ആഷിൻ്റെ അടുത്തായാലും ജീവൻ്റെ അടുത്തായാലും അങ്ങനെ പെരുമാറേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതായത് നമ്മളെ അങ്ങനെ അവർ ഇതുപോലെ ഒരു കാസ്റ്റിംഗ് കോളും പരിപാടികളൊക്കെ വെച്ച് സെറ്റായി ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇതിൻ്റെ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട് ഒരു സ്റ്റോറിയൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ ചെയ്തതായിരുന്നു, എന്താ ജീവ സംഭവം എന്ന്. അപ്പോഴാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത് ഇങ്ങനെ ഒരു ഫേസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെയാണ്, അതാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾ എവിടെയാണ് എന്നറിയില്ല, പക്ഷെ ഞങ്ങളെ ഫോണിലായാലും എവിടേക്കോ കണ്ടു മറന്നൊരു മുഖമാണ്. ഇതാണ് മൂസാക്കാൻ്റെ ചെറുപ്പകാലത്തെ ഒരു സാമ്യമുള്ള മുഖം. ഓക്കെ. അങ്ങനെ ആ മെസ്സേജാണ് എല്ലാം വൈത്തിരിവായത്. എവിടെ ചേർന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ? ഷൂട്ടിങ് 3 ലൊക്കേഷനായിട്ടായിരുന്നു. ഒന്ന് ദുബായ്, ജോർജിയ, പിന്നെ നമ്മളെ പാലക്കാട് കഴിഞ്ഞു.
ഇപ്പോൾ എന്ത് തോന്നുന്നു? ആസിഫ് അലി പറഞ്ഞപ്പോൾ എടയൂരിൽ പിന്നെ പോൾഡ് മുസാജിയുടെ എനിക്ക് തോന്നുന്നത് ഒരു 15,000 ആളുകളെ പ്രസൻസിലാണ് ആസിഫ് അലി പറഞ്ഞത്. അപ്പോൾ ആസിഫ് അലി പറഞ്ഞു കോട്ടക്കൽക്കാരനാണ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം വളാഞ്ചേരിയൊക്കെ പരിസരത്ത് എവിടെയെങ്കിലും. അങ്ങനെയാണ് പിന്നെ സുഹൃത്ത് പറഞ്ഞത്, സലാം പറഞ്ഞത്. എൻ്റെ ഏറ്റവും അടുത്ത് നമ്മുടെ ഇന്ത്യനൂരത്തെ കുട്ടിയാണ്, ഞങ്ങളെ സൽമാനാണ്. അതൊരു അപ്രതീക്ഷിതമായി. ഉടൻ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പൊക്കുകയാണ് ചെയ്തത്. എന്ത് തോന്നുന്നു ഇപ്പോൾ എന്താ ആസിഫ് അലി പറഞ്ഞപ്പോൾ? ആസിഫ് അലി നമ്മള് ഇത് പൊതുവെ അങ്ങനത്തെ ഒരു പരിപാടിയിൽ നിൽക്കുമ്പോൾ അവര് വന്നിട്ട് ജസ്റ്റ് കാണുക, വാച്ച് ചെയ്യുക, അവരെ പരിപാടി കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതൊക്കെ പല ആളുകളിൽ കാണല്. പക്ഷെ ആസിഫ് വന്നപ്പോൾ നേരെ നമ്മളെ കേൾക്കാൻ നിന്ന്, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ മൂപ്പരെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു, അവിടെ വന്നിരുന്നിട്ട് എല്ലാം നോക്കി കണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞത്. അത് ഭയങ്കര ഇനി അതിലൊന്നും കിട്ടാനില്ല. ദുബായിൽ മമ്മൂട്ടിയുടെ കൂടെ ഈ കുഞ്ഞോന്ന് പറഞ്ഞ ഈ സിനിമ അവിടെ ലോഞ്ച് ചെയ്തപ്പോൾ മമ്മൂട്ടി ഉണ്ടായിരുന്നല്ലോ, മമ്മൂട്ടിയാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. അതെ അതെ. മമ്മൂക്ക എന്താ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? മമ്മൂക്ക ജീവന്റെ അടുത്ത് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൽമാനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എടിയുന്ന ഒരാള് ഇങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമല്ലേ. സൽമാൻ നമ്മളെ നാട്ടിൽ നമ്മളെ കൂടെ കളിച്ച് ചിരിച്ച് എല്ലാ വിഷയത്തിലും എല്ലാ സംഭവത്തിലും ഞങ്ങളുടെ കൂടെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. അയൽവാസിയാണ്. നമ്മള് ആസിഫ് അലി പറഞ്ഞ പോലെ ആ പോളണ്ടിൽ നിന്ന് സൈൻ ചെയ്തിട്ട് ചെക്കൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒറ്റ സീന് മതി ചെക്കന്റെ റേഞ്ച് എന്താന്ന് മനസ്സിലായത്. ഗംഭീരം പറഞ്ഞ പോലെ ബോസ് നമ്മളും സപ്പോർട്ട് ചെയ്യാം, നാട്ടുകാരെ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്യാം. സാറല്ലേ?